ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന പലരുടെയും ഒരു സംശയം, അവർ നാട്ടിൽ വരുന്ന സമയത്ത് ഈ വിദേശത്തുള്ള ലൈസൻസ്, ഉദാഹരണം ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അവർക്ക് ദുബായ് ലൈസൻസ് ഉണ്ട്, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരാൾ, അയാൾക്ക് അമേരിക്കൻ ലൈസൻസ് ഉണ്ട്, ആ ലൈസൻസ് ഉപയോഗിച്ച് നാട്ടിൽ വാഹനം ഓടിക്കാൻ സാധിക്കുമോ? അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ നമുക്ക് വാഹനം ഓടിക്കാനായിട്ട് സാധിക്കുമോ? ഇക്കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റ് എന്നുള്ള ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഇത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ദുബായിലുള്ള ഒരാൾ, അയാൾക്ക് ദുബായ് ലൈസൻസ് ഉണ്ട്. ആ ദുബായ് ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയിലെ ഒരു ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട്, അത് ഏത് കാറ്റഗറിയിൽപ്പെട്ട ലൈസൻസ് ആണെങ്കിലും ഇന്ത്യയിൽ വന്ന് ആ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ട് അനുവദിക്കപ്പെടില്ല. നിങ്ങൾക്ക് പക്ഷേ ഇപ്പോൾ ദുബായിൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നറിയപ്പെടുന്ന ഈ ഒരു ലൈസൻസ്, അത് ഇന്ത്യയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആളുകൾക്കും ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും നമ്മുടെ ഈ ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിദേശത്തുള്ള ഒരു ലൈസൻസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം പോലും ഇന്ത്യയിൽ ഒരു വാഹനം ഓടിക്കാനായിട്ട് സാധിക്കില്ല. അവിടെ നിന്നുള്ള ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഉണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചെക്കിംഗ് ഉണ്ടെങ്കിൽ ഈ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വാഹനം ഓടിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക.